യൂട്യൂബ് ചാനൽ ബ്ലൂപ്പിംഗ് ഡേയ്സ്. അപ്പോൾ ഇന്ന് നമ്മളൊരു സർപ്രൈസ് വീഡിയോ ആണ് കേട്ടോ. സർപ്രൈസ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാലത്തിന് ശേഷം നിങ്ങൾ ഈ ചാനലിൽ കാണാത്ത കുറച്ച് പേരെ നിങ്ങൾ കാണാൻ പോവാം. ഒരു കാലത്ത് ഈ ചാനലിൽ നിറഞ്ഞു നിന്നിരുന്നതും ഇപ്പോൾ കുറേ ആയിട്ട് കാണാത്തതായിട്ടുള്ള കുറച്ച് ആൾക്കാരെ നമ്മളിന്ന് കാണാൻ പോവാം. ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഏച്ചിയും ഏട്ടനും രുദ്രുവിനെ ഫെമിലിയർ ആയിരിക്കും. രുദ്രുവും ഇന്ന് സൗദി അബഹയിൽ നിന്ന് കാലിക്കറ്റിലേക്ക് വരികയാണ്, നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്. ഇത് എല്ലാവർക്കും ഒരു സർപ്രൈസാണ്, വേറെ ആരും അറിയില്ല. ഞാനും ഏട്ടനും മാത്രമേ ഇപ്പോൾ അറിയൂ. സുട്ടുമണി ഞങ്ങൾ മാത്രമേ ഇപ്പോൾ അറിയൂ. അപ്പോൾ ഞങ്ങൾ പിക്ക് ചെയ്യാൻ പോവാണ്. പിക്ക് ചെയ്യാൻ പോകുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. ആക്ച്വലി ഒലിപ്പോൾ എയർപോർട്ടിൽ ഇറങ്ങി. ഞങ്ങൾ കുറച്ച് ലേറ്റായിപ്പോയത് വണ്ടിക്ക് ചെറിയ ഇഷ്യൂസ്. വണ്ടി കുറച്ച് പണി തന്നെയാണ്, പ്രതീക്ഷിക്കാത്ത പണി. 5:30 ഇറങ്ങിയതാണ്, പക്ഷെങ്കിൽ 5:30 പയ്യോളിയിൽ വിടാനായില്ല. ഓൾമോസ്റ്റ് എയർപോർട്ട് റോഡ് കയറാനായിട്ടോ. മറ്റേ ബൈപ്പാസ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ റോഡ് അത്യാവശ്യം നല്ല റോഡായതുകൊണ്ടും കൊയിലാണ്ടിക്ക് ശേഷം അത്യാവശ്യം നല്ല റോഡായതുകൊണ്ടും കുറച്ച് വേഗം തന്നെ എയർപോർട്ട് റോഡിലേക്ക് കയറാനുള്ള വഴിയിലേക്ക് എത്താനായിരിക്കുന്നത്. നമുക്ക് ഒരു വരുന്നതിൻ്റെ കാഴ്ചകൾ കാണാം. എയർപോർട്ട് റോഡ് കയറിയതാട്ടോ. ഇത്രയും നേരം ബൈപ്പാസ് ഒക്കെ ആയതിനെ കൊണ്ട് വേഗം എത്തിക്ക്. പക്ഷേ ഈ റോഡ് കയറിയ തൊട്ട് ബ്ലോക്കാണ്, ഫുൾ ബ്ലോക്കാണ്. ചെറിയ റോഡാണല്ലോ, പിന്നെ അത്യാവശ്യം നല്ലോണം കൺജസ്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് പോകാൻ പറ്റുന്നില്ല ശരിക്കും. അപ്പോൾ ഞങ്ങളിതാ എയർപോർട്ടിലേക്ക് എത്തിട്ടോ. ഋത്തി ഫസ്റ്റായിട്ട് എയർപോർട്ട് കാണാൻ പോവാം. പക്ഷെ കാണാനുള്ള ആൾ ഇവിടെ ഉറങ്ങുകയാണെന്നേ ഉള്ളൂ, പക്ഷെ അവൻ എണീക്കും. എയർപോർട്ടിലേക്ക് എൻട്രി ചെയ്തു. ഓലെ അവിടെ സ്റ്റിൽ ഞങ്ങളെ വെയിറ്റിംഗ് ആണ് കേട്ടോ. കുറച്ചധികം നേരമായി വെയിറ്റിങ്. കാരണം ഒരു പണി കിട്ടി, അതിന് പുറമെ ബ്ലോക്ക് കിട്ടി. ഈ സമയമൊന്നും എത്തേണ്ടതല്ല, ഞങ്ങൾ ഏതോ നേരത്തെ എത്തേണ്ടതാ. എനിക്ക് തോന്നുന്നു ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ എത്തേണ്ട ഞങ്ങളാ. അവരേക്ക് എത്തോളെ. ലോസ് ടിക്കറ്റ് വിൽ ബി ഫൈൻഡ് 300. യെസ്, നമുക്ക് ഇന്റർനാഷണൽ അറൈവൽസിലേക്ക്. ഇതാണ് കാലിക്കറ്റ് എയർപോർട്ട്. കാലിക്കറ്റ് എയർപോർട്ട് സ്ഥിരം എല്ലാവരും കണ്ടിട്ടുണ്ടോ? എല്ലാരും കണ്ടിട്ടുണ്ടാവും, അതാ ഉദ്ദേശിച്ച സ്ഥിരം. നമ്മള് പോവാ. ചെറിയ അടുത്ത് വാവന്റെ അടുത്ത് പോവാ. ചെറിയ വാവയുടെ ഇവിടെ ഇല്ലാത്താരാ? അമ്മമ്മ. വേറെ കാണണ്ടേ? കേട്ടൊരു വെള്ളപ്പാണ്ടിണ്ട് ഇറങ്ങി കേട്ടാ. കണ്ടിട്ട് മനസ്സിലാവില്ല രുദ്രൻ കേട്ടോ. നമ്മൾ ഫോണിൽ കാണുന്ന പോലെ ഒന്നല്ല. അതാ എന്നെ വച്ചാലേ ഒരോ അത്ഭുതം. ഇതുപോലെ കൂട്ടാൻ വന്ന അതൊക്കെ
എടിയാ ലിപ്സ്റ്റിക് ഒന്ന് തരുമോ? എന്നെ ഉണങ്ങി കിടക്കുന്ന ലിപ്സ്റ്റിക് ഇടാൻ നല്ല നിറണ്ട്. ഇവിടെ ഇല്ല ഇതപ്പത്തി അപ്പൊ ഞങ്ങൾ സർപ്രൈസ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. ഒരു സർപ്രൈസ് പൊളിഞ്ഞു പോയി. അന്നൊക്കെ തീർന്നു. അടുത്ത ഞങ്ങൾ അമ്മേനെയും ആന്റീനെയും സർപ്രൈസ് ചെയ്യാനായിട്ട് പോവാം. ഒരു സർപ്രൈസ് വീഡിയോ മുന്നേ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് പക്ഷെങ്കിൽ സർപ്രൈസ് ചെയ്യാൻ പോയെടുത്ത് ആരും ഇല്ലാണ്ട് രജയേട്ടൻ്റെ അച്ഛനും അമ്മയും ഒന്നുമില്ല. ചേച്ചി മാത്രമേ ഉള്ളൂ. അപ്പൊ ചേച്ചിനെ മാത്രം സർപ്രൈസ് ചെയ്ത്. ചേച്ചി സർപ്രൈസ് ആയില്ലേ അല്ലേ? എന്തേനും ബാബ ചേച്ചി അത്രയും പറയാ വീഡിയോയില്. അപ്പൊ നമ്മൾ അമ്മേനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോവാ. എന്താവോ എന്താ രുദ്രു ഇതാരാ 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 രുദ്രു ഇതാരാ ഇതാരാ രുദ്രു ഇതാരാ വില കിട്ടിയില്ല. ഞാൻ കണ്ടിച്ചതാ അവിടെ കാർത്തിക് നാണം കൊണ്ട് അതാരോടാ ചോദിച്ചേ പറ്റിയത്? ആ വീഡിയോ ഇത് കട്ടാക്കിയേക്ക് അച്ഛൻ അല്ലല്ലേ? സർപ്രൈസ് ആയിക്കോ. ഒന്നിങ്ങനെ കാണിക്ക് വാന്ന്. അച്ഛൻ മിനിയേച്ചി ഇന്നിപ്പോ ഒരു മണിക്ക് നിങ്ങളെ വിളിച്ചിട്ടില്ലേ? ഞാനെല്ലാം വേറെ എടുത്തില്ലേ. അച്ഛൻ വിശ്വസിക്കണ്ടായില്ലേ? ഇപ്പൊ അച്ഛൻ വിചാരിക്കുന്നുണ്ടാവും ഏയ് എന്നല്ല. ചെലപ്പോ ഞാനൊരു 1 മണി